ഹലോ ഫാമിലി, ദിസ് ഈസ് മൗലാന ത്രോട്ടിൽ. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നിസാന്റെ ഒരു പുതിയ കാറിനെ പറ്റിയിട്ടാണ്. ഒരു 7 സീറ്റർ ആണ്, നിസാൻ ഗ്രാവൈറ്റ് എന്നാണ് പേര്. അപ്പോൾ അത് ലോഞ്ച് ആയിട്ടുണ്ട്. ഇതിന്റെ കോമ്പറ്റീഷൻ പറയുന്നത് നമുക്ക് ഡ്രൈവർ എടുക്കാം, കാരണം എല്ലാ സ്പെക്കും സെയിം ആണ്. അതിലൊരു 1000cc എഞ്ചിനാണ്, ഇതിലൊരു 1000cc എഞ്ചിനാണ്. ആൻഡ് ഒരു MPV സെഗ്മെന്റിൽ വണ്ടി വരുമ്പോൾ നമുക്ക് ഡ്രൈവർ തന്നെ എടുക്കാം അതിൽ. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ അത്യാവശ്യം കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് നമുക്ക്. അപ്പൊ അതിന്റെ റിവ്യൂവിനെ പറ്റി സംസാരിക്കാം. സോ കാർ ലോഞ്ച് ആയിരിക്കുന്നത് 5.65 lakhs ആണ് ബേസ് വേരിയന്റ്. അതായത് 8 വേരിയന്റ് ഉണ്ട്. 8.93 lakhs വരെ ഇതിന്റെ പ്രൈസ് പോകുന്നുണ്ട്. മാനുവലും ഓട്ടോമാറ്റിക്കും അവൈലബിൾ ആണ്. ഈ ബേസ് വേരിയന്റ് 5.65 lakhs വരുന്ന ആ ഒരു പ്രൈസ് ടാഗ് 5000 കസ്റ്റമേഴ്സിനാണ്. അതായത് ആദ്യത്തെ 5000 കസ്റ്റമേഴ്സിന് മാത്രമാണ്. ആൻഡ് 5000 കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നിസാൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 5 years ഫ്രീ ആയിട്ടുള്ള സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വണ്ടി എടുക്കുന്നവര് ഫസ്റ്റ് തന്നെ പോയിട്ട് ബുക്ക് ചെയ്യാൻ നോക്കുക, ഈ 5000 തന്നെ കയറാൻ നോക്കുക. നല്ലൊരു ഓഫർ തന്നെയാണത്. എനിക്ക് ഇതിന്റെ ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒരു ട്രൈബറിന്റെ ലുക്കിക്ക് വരുന്നുണ്ട് വണ്ടി. ആ ഒരു MPV ഒരു സെഗ്മെന്റ് ആ ഒരു വണ്ടിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്കിക്ക് വരുന്നുണ്ട്. ആൻഡ് ഇതൊരു ഹണി കോം ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ഗ്രില്ലില്. ആൻഡ് സെൻട്രലായിട്ട് ഒരു ഗ്രാവൈറ്റ് എന്നൊരു ബോൾഡ് ഒരു ലെറ്ററിങ്ങും കൊടുത്തിട്ടുണ്ട് ബോണറ്റിലായിട്ട്. ആൻഡ് ഒരു സ്ലീക്ക് ആയിട്ടുള്ള ഒരു LED DRL കണ്ടഡ് ആയിട്ട് ഒരു ക്രോമിന്റെ സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു ഫോഗ് ലാംപ്സും കൊടുത്തിട്ടുണ്ട്. അതായത് സിൽവർ കവറിംഗ് കൂടെ ഒരു നല്ലൊരു ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട് അവിടെ. എനിക്ക് ഇതിന്റെ സൈഡാണ് ഏറ്റവും കൂടുതൽ ഡ്രൈവറായിട്ട് ഒരു ഐഡന്റിക്കൽ ആയിട്ട് പറയാൻ പറ്റിയത്. ആൻഡ് ഒരു വിൻഡോ ലൈൻ, അത് ആ വിൻഡോ ലൈനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഒരു ഡ്രൈവറിന്റെ ലുക്ക് വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് കാണാൻ പറ്റും കണക്റ്റഡ് ടെയിൽ ലൈറ്റ്സ് അല്ല, ഒരു C ടൈപ്പ് ഒരു ടെയിൽ ലൈറ്റ് ആണ് വരുന്നത്. LED ആണ്. ഗ്രാവൈറ്റ് എന്ന ഒരു ബാഡ്ജിങ് ഉണ്ട്, നിസാന്റെ ബാഡ്ജിങ് ഉണ്ട്. അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ബോൾഡ് ലുക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിതിൽ 3 റോ ലേ ഔട്ട് ആണ് വരുന്നത്. ഒരു 7 സീറ്റർ ആണ്. അത്യാവശ്യം നല്ല രീതിക്കുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് നിസാൻ ഇതിൽ. ആൻഡ് ഒരു ഫാമിലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു MPV ആണ്. അത് നമുക്ക് ഉള്ളിലെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കൊരു 8 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. അതിൽ നമുക്ക് വയർലെസ് ആപ്പിൾ കാർപ്ലേ ഉണ്ട് ആൻഡ് ആൻഡ്രോയിഡ് ഓട്ടോ സപ്പോർട്ടാണ്. ആൻഡ് ഒരു 7 ഇഞ്ചിന്റെ ഫുള്ളി ഡിജിറ്റൽ ഡ്രൈവറിന്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. മാനുവൽ എയർ കണ്ടീഷനിങ് ആൻഡ് റിയർ വെന്റ്സ് ഉണ്ട്. JBL സൗണ്ട് സിസ്റ്റം ഉണ്ട്. ഒരു വയർലെസ് ആയിട്ടുള്ള ഫോൺ ചാർജ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഒരു പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഓവറോൾ ഫീച്ചർ കുഴപ്പമില്ല. അത്യാവശ്യം ഒരു ഈ ബ്രാക്കിൽ, അതായത് ഈ പ്രൈസ് ടാഗിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം സാറ്റിസ്ഫൈ ചെയ്യാൻ ചെയ്യും. ഇതിന്റെ ഒരു കീ ഹൈലൈറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 6 എയർ ബാഗ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ബേസ് വേരിയന്റ് തൊട്ടിട്ട് ടോപ്പ് വേരിയന്റ് വരെ 6 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ആൻഡ് ഡാഷ് ക്യാമറ വന്നിട്ടുണ്ട് ഇതിൽ. അതായത് ഫ്രണ്ടിലും ബാക്കിലും ഡാഷ് ക്യാമറ കൊടുത്തിട്ടുണ്ട് ഇൻബിൽഡ് ആയിട്ട് തന്നെ. ആൻഡ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അതായത് ESC കൊണ്ടുവന്നിട്ടുണ്ട്, ABS കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ക്യാമറയുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു ഫീച്ചേഴ്സ് ലോഡഡ് ആയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണത്. ആൻഡ് വണ്ടിക്ക് NCAP റേറ്റിംഗിൽ ഒരു 4 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പെർഫോമൻസ് തന്നെയാണത്. അതായത് MPVയും ആൻഡ് ഈ ഒരു പ്രൈസ് ടാഗിൽ നല്ല രീതിക്കുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ബിൽഡ് ക്വാളിറ്റി കൊടുത്തിട്ടുണ്ട്. ആൻഡ് നല്ലൊരു സേഫ് ആയിട്ടുള്ള കാറും കൂടിയാണിത്. എഞ്ചിൻ വരുന്നത് ഒരു 999cc എഞ്ചിനാണ്. നമുക്കൊരു പവർ കിട്ടുന്നത് 71.01 bhp ഉണ്ട്. ആൻഡ് ടോർക്ക് വരുന്നത് 96 Nm ഓഫ് ടോർക്ക്, ഒരു 3400 to 3600 RPM കിട്ടും. 3 സിലിണ്ടർ എഞ്ചിനാണ്. MPFI ആണ് അതിന്റെ ഒരു സിസ്റ്റം വരുന്നത്. ടർബോ ചാർജർ കൊടുത്തിട്ടില്ല, അത് ഞാൻ പ്രതീക്ഷിച്ചതാണ് പക്ഷെ കൊടുത്തിട്ടില്ല. ആൻഡ് 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ആൻഡ് ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ്. ഇപ്പോൾ നിലവിൽ പെട്രോൾ വേരിയന്റ് മാത്രമേ ലോഞ്ച് ആയിട്ടുള്ളൂ. ആൻഡ് ഒരു മൈലേജ് പ്രതീക്ഷിക്കുന്നത് ഒരു 19.6 to ഒരു 20ന്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. 40 ലിറ്റേഴ്സിന്റെ ടാങ്ക് കപ്പാസിറ്റി ഉണ്ട്. ആൻഡ് ഇതിന്റെ ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് മാക്ഫേഴ്സന്റെ ഒരു സ്ട്രെച്ച് സസ്പെൻഷൻ ആണ്. അത്യാവശ്യം നല്ലൊരു സസ്പെൻഷൻ തന്നെയാണ്. ആൻഡ് റിയർ സസ്പെൻഷൻ വരുന്നത് റിയർ ട്വിസ്റ്റ് ബീം ആണ്. ആൻഡ് ഷോക്ക് അബ്സോർവർ ടൈപ്പ് വരുന്നത് ടെലിസ്കോപ്പിക് തന്നെയാണ്. ആൻഡ് സ്റ്റിയറിംഗ് ടൈപ്പ് ഇലക്ട്രിക് ആണ് വരുന്നത്. ഇതിൽ ഫ്രണ്ട് ബ്രേക്ക് വന്നിട്ട് ഡിസ്ക് ആണ്. ആൻഡ് ബാക്ക് ബ്രേക്ക് ഡ്രം ആണ് വരുന്നത്. അതിന് ബാക്ക് ബ്രേക്കും കൂടി ഒന്ന് ഡിസ്ക് കൊടുത്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ബൈറ്റ് കിട്ടിയേനെ. ആൻഡ് ഇതിന്റെ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് 625 ലിറ്റേഴ്സ് ആണ്. ഇനി നമുക്ക് വണ്ടിന്റെ ഡയമെൻഷൻ ആൻഡ് കപ്പാസിറ്റി സംസാരിക്കാം. ഇതിന്റെ ലെങ്ത് വരുന്നത് 3987 mm ആണ്. വിഡ്ത്ത് വരുന്നത് 1734 mm ആണ്. അതേപോലെ ഹൈറ്റ് വരുന്നത് 1644 mm ആണ് വരുന്നത്. കുഴപ്പമില്ലാത്തൊരു വീൽ ബേസും വരുന്നുണ്ട്. അതായത് 2636 mm വരുന്നുണ്ട്. നമ്പർ ഓഫ് ഡോർസ് വരുന്നത് 5 ആണ്. നമുക്ക് ടയർ സൈസ് വരുന്നത് 185/65 R15 ആണ്. ആൻഡ് ഒരു റേഡിയൽ ട്യൂബ്ലെസ് ടയർ കൊടുത്തിട്ടുണ്ട് എന്തായാലും കമ്പനി. അത് എന്തായാലും നല്ല കാര്യമാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു ഫാമിലി കാർ തന്നെയാണിത്. അതായത് പവറും കാര്യങ്ങളും ഓവർ പ്രതീക്ഷിക്കേണ്ട. ഇതിൽ ടർബോ ചാർജറും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ആ ഒരു പെർഫോമൻസ് നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ആൻഡ് നല്ലൊരു മൈലേജ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ഇടുക, ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് സോ ദിസ് ഈസ് മൗലാന ത്രോട്ടിൽ. ബൈ ബൈ.